ചോദിക്കാനുള്ളത് തറാവീഹിനെ കുറിച്ചാണ്. സുന്നികളായ നിങ്ങൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാറുണ്ട്. അതിന് നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. സത്യത്തിൽ ഈ ഹദീസ് ലൈഫാണ്. സഹീഹായ ഒരു ഹദീസ് ഈ കാലം വരെ ആയിട്ട് സുന്നികൾ തറാവീഹ് തെളിയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു നേതാവും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. എന്നാൽ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസിൽ പറയുന്നത് 11 റക്അത്താണ് തറാവീഹ് എന്നാണ്. ഈ തറാവീഹ് ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന 11 എന്ന ഈ ഹദീസും 20 എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസും വൈരുദ്ധ്യമാണ് പഠിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇനിയെങ്കിലും ഈ വാശി നിർത്തിക്കൂടെ? ഇതിനാണ് ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി വിഷയം പറഞ്ഞിട്ടില്ലേ? ഇനി എന്തിനാണ് നിങ്ങൾ വെറുതെ കടുംപിടുത്തം പിടിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് തറാവീഹ് നമസ്കാരം 20 റക്അത്തായി മദീന പള്ളിയിൽ ഏകോപിച്ച് നിലനിർത്തപ്പെട്ടു എന്ന ഹദീസ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മഅരിഫത്ത് സുനനിലും അതുപോലെ അനേകം പണ്ഡിതന്മാർ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് നമ്മുടെ ഈ കൊച്ചു ചോദ്യകർത്താവല്ലാതെ ഒരു പണ്ഡിതനും ലഈഫാണെന്ന് പറഞ്ഞത് കാണിക്കാൻ സാധ്യമല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സ്വഹീഹാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇമാം സുബ്കി ഹദീസ് സ്വഹീഹാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇമാം സുയൂത്തി ഹദീസ് സ്വഹീഹാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഒട്ടനവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് സ്വഹീഹാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചോദ്യകർത്താവ് മാത്രമാണ് ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞത്. ഇനി അടുത്ത ഊഴത്തിൽ ലഈഫാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട, പറഞ്ഞിട്ടുണ്ട്, ആ വാദം പിൻവലിക്കാം. ഇനി മറ്റൊന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ആ ഹദീസിൽ 11 റക്അത്ത് നിസ്കരിച്ചു, തറാവീഹ് 11 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന ഹദീസ് ഈ പറഞ്ഞ 20 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന ഹദീസുമായി വൈരുദ്ധ്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു എന്നാണ്. വളരെ വിഡ്ഢിത്തം നിറഞ്ഞ ചോദ്യമെന്ന് ഇതിന്റെ മുമ്പ് പറഞ്ഞ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്നതിനെ ഒരാളും തന്നെ എതിർത്തിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ 11 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനിയേക്കാൾ കൂടുതൽ അക്കാര്യം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ട് വ്യക്തമായി ഇസ്ലാം പഠിച്ച വ്യക്തിയാണ്. മാത്രമല്ല, ഇസ്ലാമിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പുതിയതായി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുന്ന കണ്ട കോടാലിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതിന് എതിര് ചെയ്യുകയില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഹദീസിന്റെ ഒട്ടനവധി ഗ്രന്ഥങ്ങളെ കൊണ്ട് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഈ വൈരുദ്ധ്യമുണ്ടെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനിയേക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ വൈരുദ്ധ്യം ആ ഹദീസുകളിൽ ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുമില്ല എന്നത് പച്ച കള്ളമാണ്. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി വിഷയം പറഞ്ഞിട്ടുണ്ട്. അയറലഹു എന്ന വാക്യം തുടങ്ങി ഈ പറഞ്ഞ ഇബ്നു ഹജർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഇബാറത്ത് വായിക്കി, അപ്പൊ നമുക്ക് തെളിയിക്കാം. ഞാൻ പറയും, പിന്നെ ഞാൻ ആ ഇബാറത്ത് വായിക്കല് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇബാറത്ത് വായിക്കളി. ഞങ്ങൾ നിങ്ങളെ പോലെ ഇബാറത്ത് കൊണ്ടെടുക്കണമെന്ന് ഞങ്ങൾക്കില്ല. പക്ഷേ ഈ ഹദീസ് ഉദ്ധരിച്ച് ഈ 9 ഹദീസും നിങ്ങൾ ഉദ്ധരിക്കുന്ന 9 ഹദീസും ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടില്ലേ? വെറുതെ എന്തിനാ നിങ്ങളെ സദസ്സ് അലങ്കോലപ്പെടുത്തുന്ന പറയണ്ട. നിങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളും വാക്കുകളും പറഞ്ഞ സദസ്സിന് ശബ്ദം വരും. നല്ലത് ചോദിക്കുക, നല്ലത് പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂല ചെയ്തതിന് എതിര് ചെയ്യുകയില്ല. ചെയ്യുമെന്ന ചോദ്യകർത്താവിന് തോന്നുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂല ചെയ്തതിന് എതിര് ചെയ്യുകയില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അസ്ഖലാനി തങ്ങൾ അങ്ങനെ വാക്ക് ഉദ്ധരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് റസൂൽ നിസ്കരിച്ചതുമായി എതിരാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ആ ഇബാറത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വായിക്കാം. അങ്ങനെ വാക്കില്ല. അസ്സലാമു അലൈക്കും.